Hi friends, this is Nami. എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ ഒരു ഇൻഫർമേഷനോ ഒന്നുമല്ല, പക്ഷേ ഒരു ചെറിയൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിം ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനും കളിക്കാൻ പോകുന്നത് നിങ്ങളും. ഈസിയാണ്, കുറച്ച് 2 മിനിറ്റിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ അതിന് മുന്നേ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരോട് താങ്ക് യു സോ മച്ച്. നിങ്ങളെ സപ്പോർട്ട് ശരിക്കും ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. സോ അപ്പോൾ നിങ്ങൾക്കൊരു പെന്നും പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. പോയി സബ്സ്ക്രൈബ് ചെയ്യാനും പെന്നും പേപ്പറും എടുക്കാനൊക്കെ ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും സമയം കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഗെയിം എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഞാനിവിടെ നടീനടന്മാരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളം നടീനടന്മാരാണ് ഒരു 99%. കുറച്ച് തമിഴ് നടന്മാരുണ്ട്. ഇവരുടെ പേര് ഞാൻ 2 വട്ടം നിങ്ങളോട് പറയും. ആ പറയുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്. ഒരു ഫ്രഞ്ചുകാരൻ ഈ ഒരു പേര് ആദ്യമായിട്ട് കാണുമ്പോൾ ഫ്രഞ്ച് റീഡിംഗ് റൂൾസ് വെച്ചിട്ട് വായിച്ചാൽ എങ്ങനെയിരിക്കും, ആ രീതിയിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. നിങ്ങളത് ഗസ് ചെയ്യണം. ചില പേര് നല്ല വ്യത്യാസമുണ്ട്, ചില പേര് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ അറ്റ് ദി എൻഡ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പേര് പറയും, 2 വട്ടം പറയും, 5 സെക്കൻഡ് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളത് എഴുതിയെടുക്കുക. എൻ്റെ സ്കോറും പറയാൻ മറക്കരുത്. അപ്പോൾ പെന്നും പേപ്പറും എന്തായാലും വേണം. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ എത്ര സ്കോർ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒട്ടും ടഫല്ല, ഈസിയാണ്, ഗസ്സബിളാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഉണ്ണിക്കുട്ടൻ എന്ന പേര്, അത് ഒരു ഫ്രഞ്ചുകാരൻ ഫ്രഞ്ച് റീഡിംഗ് റൂൾസ് ഉപയോഗിച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ യുനി ക്യുറ്റോം എന്ന് വരും. ഉണ്ണിക്കുട്ടൻ യുനി ക്യുറ്റോം, ഇങ്ങനെയാണ് വ്യത്യാസം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ലിസ്റ്റിലുള്ള ഒരാളുടെ പേരും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു ലാംഗ്വേജിൻ്റെ വ്യത്യാസം, ഫ്രഞ്ച് റീഡിംഗ് റൂൾസ് എന്തൊക്കെയാണ് എന്ന് കുറച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഗെയിം. പക്ഷെ ഒരിക്കലും ആരുടെ പേര് കളിയാക്കാൻ വേണ്ടിയിട്ടേ അല്ല. പിന്നെ വേറൊരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിത് വായിക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ചുകാരൻ ഒട്ടും ഈ പേരുകൾ കേട്ടിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്ത ഒരാൾ വായിച്ചാൽ എങ്ങനെ, ആ ഒരു രീതിയിൽ ഞാൻ വായിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ പേരൊക്കെ അത്യാവശ്യം കേട്ടും വായിച്ചും ഒക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് കുറേയൊക്കെ അവർ നമ്മളുടെ ഒരു പേര് കറക്റ്റായിട്ട് തന്നെയാണ് പറയണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷാറുഖ് ഖാൻ എന്നുള്ളൊരു പേര്, ഹീസ് എ ബിഗ് സെലിബ്രിറ്റി അല്ലേ. അപ്പോൾ അവർ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ് അത് വായിക്കണത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഞാനൊരു ഒട്ടും തന്നെ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇത് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലാണ് ഞാൻ വായിക്കണത്. അപ്പോൾ പിന്നെ നമുക്കത് ഗെയിമിലേക്ക് പോവാം അല്ലേ. റെഡി? ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കത് ഗെയിമിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ പേര് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ. രണ്ടാമത്തെ പേര് അജു വർഗേസ്. അജു വർഗേസ്. മൂന്നാമത്തെ പേര് മോഞ്ചു വാരിയേ. മോഞ്ചു വാരിയേ. നാലാമത്തെ പേര് ഈസി, ടൊവിനോ തോമ. ടൊവിനോ തോമ. അഞ്ചാമത്തെ പേര് സലീം കുമാർ. സലീം കുമാർ. ആറാമത്തെ പേര് ക്യാൻഷാക്കോ ബോബോൺ. ക്യാൻഷാക്കോ ബോബോൺ. ഏഴാമത്തെ പേര് പാർവതി തിരുവോറ്റു. പാർവതി തിരുവോറ്റു. എട്ടാമത്തെ പേര് ജയ സൂര്യ. ജയ സൂര്യ. ഒമ്പതാമത്തെ പേര് ഇന്നോസൻ. ഇന്നോസൻ. പത്താമത്തെ പേര് Todupuza Vasanti. Todupuza Vasanti. പഴയൊരു ആക്ട്രസ്സാണ്. ഒരു ഹിന്റ്.
11ാമത്തെ പേര് ചിലക്കോം. ചിലക്കോം. 12ാമത്തെ പേര് നിവാൻ പൊലി. നിവാൻ പൊലി. 13ാമത്തെ പേര് ഡാർമാജൻ ബൊൽഗാറ്റി. ഡാർമാജൻ ബൊൽഗാറ്റി. 14ാമത്തെ പേര് മുവോൻ ലാൽ. മുവോൻ ലാൽ. ഈസി. ഓക്കെ. 15ാമത്തെ പേര് കുജിറവാറ്റോം പപ്പു. കുജിറവാറ്റോം പപ്പു. 16ാമത്തെ പേര് ജലജ. ജലജ. 17ാമത്തെ പേര് ഷിപ്പി. ഷിപ്പി. 18ാമത്തെ പേര് നെജുമുജി വെനു. നെജുമുജി വെനു. 19ാമത്തെ പേര് സുകുമാരി. സുകുമാരി. 20ാമത്തെ പേര് സുകുമാറോൻ. സുകുമാറോൻ. 21ാമത്തെ പേര് മമൂച്ചി. മമൂച്ചി. ഇനി കുറച്ച് തമിഴ് നടന്മാരെ നമുക്ക് പറയാം. 22ാമത്തെ പേര് MGR. MGR. 23ാമത്തെ പേര് സാംബു. സാംബു. 22. Vadivelu. 25ാമത്തെ പേര് വിജയ്. വിജയ്. 'ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം. ആദ്യത്തെ പേര് ദുൽഖർ സൽമാൻ. ഐ തിങ്ക് ഗസ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ദുൽഖർ സൽമാൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ സൽമാൻ എന്ന പേരിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. സൽമാനിൽ അവസാനം AN ഒന്നിച്ച് വരുമ്പോൾ ഓ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൽമാന് വരും സൽമോ. 2ാമത്തെ പേര് അജു വർഗീസ്. അജു വർഗീസ്. അജു എന്നുള്ളതിൽ JU ജു എന്നാണ് പറയുന്നത്. ജെക്ക് ഒരു ഴ് എന്നുള്ളൊരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്, ഉച്ചാരണമാണ് വരുന്നത്. 3ാമത്തേത് മോഞ്ചു വാരിയേ. മോഞ്ചു വാരിയേ. മഞ്ജു വാര്യർ. ഐ തിങ്ക് അതും അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് എനിക്ക് തോന്നുന്നത്. 4ാമത്തേത് ടൊവിനോ ടൊമ. ടൊവിനോ തോമസ്. ഇപ്പോൾ തോമസ് എന്നുള്ളൊരു പേര് അത്യാവശ്യം കോമൺ ആണ് ഫ്രാൻസിൽ. പക്ഷേ തോമസ് എന്ന് പറയില്ല, തുമ എന്നാണ് പറയുന്നത്. അവസാനം വരുന്ന S സൈലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഫ്രഞ്ചിൽ എഴുതിയിരിക്കുന്ന പോലെയല്ല വായിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 5ാമത്തേത് ഭയങ്കര ഈസി, ഞങ്ങൾക്കൊരു പോയിന്റ് ഞാൻ തന്നതാണ്. സലീം കുമാർ. സലീം കുമാർ. 6ാമത്തേത് ക്യാഷാക്കു ബുബോൻ. കുഞ്ചാക്കു ബോബൻ. 7ാമത്തേത് പാർവതി തിരുവോറ്റു. പാർവതി തിരുവോത്ത്. 8ാമത്തേത് ഈസി, ഇതും ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് തന്നാണ്. ജയസൂര്യ. ജയസൂര്യ. 9ാമത്തേത് ഈ ഒരു വാക്ക് ഫ്രഞ്ചിലും ഇംഗ്ലീഷും സെയിം ആണ്. ഇന്നസോൻ. ഇന്നസെൻറ്റ്. 10ാമത്തേത് ഈ ഒരു നടിയുടെ പേര് ഇതായിരുന്നു എന്ന് ഞാൻ ഈ ഒരു ഗെയിം ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇത് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ല, എൻ്റെ ഹസ്ബൻഡാണ്. തൊജിപുഴ വസന്തി. തൊടുപുഴ വാസന്തി. ഴ എന്നുള്ളൊരു ഉച്ചാരണം ഫ്രഞ്ചിലില്ല. അതുകൊണ്ടാണ് Z-ഉം H-ഉം ഒന്നിച്ച് വന്നാൽ സ തന്നെയായിരിക്കും പറയാൻ ചാൻസ് ഉണ്ടാവുക. തൊജിപുഴ വസന്തി. ഓക്കെ. 11ാമത്തേത് എൻ്റെ ഫേവറേറ്റ് ചിലക്കോം തിലകൻ. 12 നിവാൻ പൊലി.
ഐ തിങ്ക് പോളി എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിവിൻ പോളിയാണ്. നിവിൻ്റെ നിവ എന്ന് പറയാൻ കാരണം വെച്ചാൽ IN ഒന്നിച്ച് വന്നാൽ എന്ന് പ്രൊനൗൺസ് ചെയ്യും. അതുകൊണ്ട് നിവിൻ നിവ ഐ. 13ാമത്തേത് ധർമ്മജൻ ബോൾഗാച്ചി ധർമ്മജൻ ബോൾഗാട്ടി. 14 മോഹൻലാൽ മോഹൻലാൽ. 15 കുതിരവട്ടം പപ്പു. എനിക്കത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയാവുന്നുണ്ട്. ഇത് തെറ്റിച്ച് പറയാമെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചത് 15ാമത്തേത് കുതിരവട്ടം പപ്പുവാണ്. 16 ജലജ ജലജയാണ്. 17 ഷിപ്പി ചിപ്പി. ആക്ച്വലി ഷിപ്പി എന്നുള്ളതൊരു ഫ്രഞ്ച് ഒരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ എന്തായാലും ഇൻഫോ ബോക്സിലിടാം. 18 നെജുമുജി വെനു നെജുമുജി വെനു നെടുമുടി വേണു. 19 സുകുമാരി സുകുമാരി സുകുമാരി. ഇനി 19 സുകുമാരിയാണെന്നുണ്ടെങ്കിൽ 20 സുകുമാരൻ, അപ്പോൾ അത് സുകുമാരൻ. 21 മമ്മൂച്ചി മമ്മൂട്ടി. ഇനി നമ്മൾ തമിഴ് നടന്മാരിലേക്ക് പോവുകയാണ്. MGR സാംബു അതാണ് 23ാമത്തേത്. സാംബു സിംബു IM എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി 24 വജി വെലു വജി വെലു വടിവേലു. ആൻഡ് അറ്റ് ദി എൻഡ് 25ാമത്തെ പേര് വിജയ് 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 വിജയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗെയിം. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടെന്ന് പ്ലീസ് പറയൂ. ഐ ഹോപ്പ് നിങ്ങൾ ഈ ഒരു ഗെയിം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഫ്രഞ്ച് ലാംഗ്വേജ് ആൻഡ് ഫ്രഞ്ച് കൾച്ചറിനെ വെച്ചിട്ട് ഇനി കുറേ വീഡിയോസ് ഞാനും പ്രവീൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെരി സൂൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞങ്ങൾക്ക് മെയിൽ അയക്കാം. ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. അവിടെ ഞങ്ങൾ ആക്റ്റീവാണ്. സോ സീ യു സൂൺ ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ ബൈ.